രോഹിത്തിന് എന്താണോ ആരാധകർ ആഗ്രഹിച്ചത് അതും ദീർഘനാളായി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഇപ്പോൾ രോഹിത്തിനെ കാണാൻ സാധിക്കുന്നത്. ഏകദിന ക്രിക്കറ്റിൽ മാത്രമാണ് രോഹിത്തും കോഹ്ലിയും ഒക്കെ തന്നെ കളിക്കുന്നത്. ഇപ്പോൾ രോഹിത് കളിയിലേക്ക് വരുമ്പോൾ എന്താണോ ആഗ്രഹിച്ചത് ആരാധകർ അത് തന്നെയാണ്. അതായത് ഒരു അർദ്ധ സെഞ്ചുറിയോടുകൂടിയാണ് ഇന്നത്തെ ഇന്നിങ്സ് രോഹിത് അവസാനിപ്പിച്ചത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിക്സറുകളുടെ എണ്ണത്തിൽ രോഹിത് പുതിയ ലോക റെക്കോർഡ് ഇട്ടു എന്നുള്ളതായിരുന്നു. ഏറ്റവും കൂടുതൽ ഏകദിന ക്രിക്കറ്റിൽ സിക്സറുകൾ നേടിയ താരം എന്ന റെക്കോർഡിലേക്ക് എത്താൻ രോഹിത്തിന് 3 സിക്സറുകൾ മാത്രം മതിയായിരുന്നു. ഈ മത്സരത്തിന് ഇറങ്ങും മുമ്പ് 3 സിക്സറുകൾ പൂർത്തിയാക്കി. അതും 19.45 നാന്ദ്രെ ബർഗറെ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ഫുൾ ഷോട്ടിലൂടെയാണ് അദ്ദേഹം ആ ചരിത്ര നേട്ടത്തിൽ എത്തിയിരിക്കുന്നത്. 269 മത്സരങ്ങളിൽ നിന്നാണ് രോഹിത്തിന്റെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരത്തിന്റെ റെക്കോർഡ് ഇരിക്കുന്നത്. അതേസമയം ഷാഹിദ് അഫ്രീദിക്ക് 100 ഇന്നിംഗ്സുകൾ അധികം കളിക്കേണ്ടി വന്നു. അതായത് 369 ഇന്നിംഗ്സുകളിൽ നിന്നായിട്ടാണ് മുമ്പ് ഈ സിക്സർ റെക്കോർഡുകൾ ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഒരുപക്ഷെ ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വലിയ സിക്സർ വീരൻ എന്ന തരത്തിലൊക്കെ അറിയപ്പെടുന്ന ഗെയിലിനെ ഒക്കെ തന്നെ മറികടന്നുകൊണ്ടാണ് രോഹിത് വന്നത്. എന്തായാലും ഒരു കരിയറിന്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം മറികടക്കാവുന്ന അല്ലെങ്കിൽ ആരാധകരൊക്കെ തന്നെ ഏറ്റവും കാത്തിരുന്ന ഒരു റെക്കോർഡ് കൂടിയാണ് രോഹിത് മറന്നു കിടന്നിരിക്കുന്നത്. ഏകദിന ക്രിക്കറ്റിലെ ഇക്കാലത്തെ മികച്ച ഓപ്പണർമാരിലായ രോഹിത് അങ്ങനെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം കൂടിയായി മാറുകയാണ്. അതാണ് രോഹിത് ശർമ്മയ്ക്ക് ലോക റെക്കോർഡാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്നത്. അതായത് 352ാമത് സിക്സറാണ് അദ്ദേഹം നേടിയത്. ഇതുവരെ ഉണ്ടായിരുന്ന ലോക റെക്കോർഡ് പാകിസ്ഥാൻ മുൻ ക്യാപ്റ്റൻ ഷാഹിദ് അഫ്രീദിയുടെ പേരിലായിരുന്നു. അത് മറികടന്നുകൊണ്ട് ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാൾ, ലോകോത്തര ബാറ്റ്സ്മാൻമാരിൽ ഒരാളെന്ന ആ സ്ഥാനം ഇദ്ദേഹം രോഹിത് ശർമ്മ ഉറപ്പിച്ചിരിക്കുകയാണ്. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.